ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും ഹെവിലി പ്രൊട്ടക്റ്റഡ് ആയ സ്ഥലങ്ങളിൽ ഒന്നാണ് ന്യൂക്ലിയർ വെപ്പൺ ബേസസ്. ഇവിടേക്ക് സാധാരണ മനുഷ്യർക്കോ സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്കോ എത്താൻ പോലും കഴിയില്ല. പക്ഷേ ഷോക്കിംഗ് ആയ കാര്യം എന്താണെന്ന് അറിയാമോ? പല വർഷങ്ങളായി ഈ ന്യൂക്ലിയർ ബേസസിനു മുകളിൽ അപരിചിതമായ ഫ്ലൈയിങ് ഒബ്ജക്ട്സ് റിപ്പീറ്റ് ആയി കാണപ്പെടുന്നുണ്ട്. അവയെ UFO എന്നാണ് വിളിച്ചിരുന്നത്. So the question is, why are UFOs appearing near nuclear weapons? ഇപ്പോൾ സയന്റിസ്റ്റുകളും മിലിറ്ററിയും കൂടുതലായി ഉപയോഗിക്കുന്ന ടേം ആണ് അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിന. മുൻപ് ആളുകൾ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ UFO എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉടനെ ഏലിയൻസ് ആണ് ഓർമ്മ വരുന്നത്. അതിനാൽ സയന്റിസ്റ്റുകൾ കൂടുതൽ ന്യൂട്രൽ ടേം ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് UAP. ഇത് ബേസിക്കലി സെയിം മീനിങ് തന്നെയാണ്. ന്യൂക്ലിയർ ബേസസ് എന്നത് വളരെ സെൻസിറ്റീവായ മിലിറ്ററി ലൊക്കേഷൻസ് ആണ്. ഇവിടെയാണ് ന്യൂക്ലിയർ മിസൈൽ സ്റ്റോർ ചെയ്യുന്നത്, ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, സ്ട്രാറ്റജിക് വെപ്പൺസ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിനാൽ ആകാശത്തിൽ ഉണ്ടാകുന്ന അൺഐഡന്റിഫൈഡ് ഒബ്ജക്ട്സ് വളരെ ഈസിയായി ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. 1967 യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള മാൻസ്റ്റോം എയർഫോഴ്സ് ബേസ് എന്ന ന്യൂക്ലിയർ മിസൈൽ ബേസിൽ ഒരു ഷോക്കിംഗ് സംഭവം ഉണ്ടായി. അന്ന് രാത്രി സെക്യൂരിറ്റി ഗാർഡ്സ് സ്കൈയിൽ ഒരു ബ്രൈറ്റ് ഗ്ലോയിങ് ഒബ്ജക്ട് കണ്ടു. ആ ഒബ്ജക്ട് ബേസിന്റെ മുകളിൽ മൂവ് ചെയ്തു. ഗാർഡ്സ് ഉടൻ കമാൻഡ് സെന്ററിലേക്ക് റേഡിയോ മെസ്സേജ് അയച്ചു. പക്ഷേ ചില നിമിഷങ്ങൾക്കകം അവിടെ ഉണ്ടായിരുന്ന 10 ന്യൂക്ലിയർ മിസൈൽ സഡൻലി ഷട്ട് ഡൗൺ ചെയ്തു. നോർമലി ന്യൂക്ലിയർ മിസൈൽ സിസ്റ്റത്തിന് മൾട്ടിപ്പിൾ ബാക്കപ്പ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അവ എല്ലാം ഒരേ സമയം മാൽഫങ്ഷൻ ചെയ്യുന്നത് വളരെ റെയർ ആണ്. പക്ഷെ അന്ന് 10 മിസൈൽസ് ഒരേ സമയം ഓഫ്ലൈൻ ആയി. കാഴ്ചക്കാർ പറഞ്ഞത് ദാറ്റ് ഒബ്ജക്ട് അപ്പിയർഡ് എക്സാക്ട്ലി എബോവ് ദ മിസൈൽ ഫീൽഡ്. ഈ സംഭവം പിന്നീട് ഫോർമർ മിലിറ്ററി ഓഫീസേഴ്സ് കൺഫേം ചെയ്തു. അവരിൽ ഒരാളായിരുന്നു റോബർട്ട്. അദ്ദേഹം പിന്നീട് ഇന്റർവ്യൂസിൽ പറഞ്ഞു, സെക്യൂരിറ്റി ഗാർഡ്സ് റിപ്പോർട്ടഡ് എ ഗ്ലോയിങ് റെഡ് UFO ഹോവറിംഗ് ഓവർ ദി ബേസ് ആൻഡ് അറ്റ് ദി സെയിം ടൈം മിസൈൽ സ്റ്റാർട്ടഡ് ഷട്ടിംഗ് ഡൗൺ. ഈ സംഭവം ഒഫീഷ്യൽ മിലിറ്ററി റിപ്പോർട്ട്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശീതയുദ്ധ കാലത്ത് സിമിലർ സംഭവം സോവിയറ്റ് യൂണിയനിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോവിയറ്റ് മിലിറ്ററി ഓഫീസേഴ്സ് പറഞ്ഞത് ഒരു UFO മിസൈൽ ബേസിന്റെ മുകളിൽ അപ്പിയർ ചെയ്തപ്പോൾ മിസൈൽ ലോഞ്ച് സിസ്റ്റം അൺഎക്സ്പെക്ടഡ്ലി ആക്ടിവേറ്റ് ആയി. അതായത് മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള പ്രോസസ് ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ടായി. ഭാഗ്യവശാൽ ഓഫീസേഴ്സ് ഉടൻ സിസ്റ്റം മാനുവലി ഷട്ട് ഡൗൺ ചെയ്തു. ഈ സംഭവം പിന്നീട് ക്ലാസിഫൈഡ് റിപ്പോർട്ട്സിൽ രേഖപ്പെടുത്തി. റീസെന്റ് ഇയേഴ്സിൽ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ പെന്റഗൺ UFO ഫൈറ്റിംഗ്സിനെ കുറിച്ച് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻസ് ആരംഭിച്ചു. മിലിറ്ററി പൈലറ്റ്സ് ഹൺഡ്രഡ്സ് ഓഫ് അൺഐഡന്റിഫൈഡ് ഒബ്ജക്ട്സ് റിപ്പോർട്ട് ചെയ്തു. സം ഓഫ് ദീസ് ഒബ്ജക്ട്സ് വെയർ ഡിറ്റക്റ്റഡ് നിയർ മിലിറ്ററി ട്രെയിനിങ് ഏരിയാസ് ആൻഡ് വെപ്പൺ ഫെസിലിറ്റീസ്. പെന്റഗൺ റിപ്പോർട്ട്സ് പറയുന്നത് ഇവയുടെ സ്വഭാവം ഇപ്പോഴുള്ള ടെക്നോളജി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. UFO സൈറ്റിംഗ്സിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയ കാര്യം അവയുടെ മൂവ്മെന്റ് ആണ്. വിറ്റ്നസ് റിപ്പോർട്ട്സ് പ്രകാരം ഒബ്ജക്ട് സഡൻലി അപ്പിയർ ചെയ്യുന്നു, എക്സ്ട്രീംലി ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നു, ഇൻസ്റ്റന്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. നോർമലി എയർക്രാഫ്റ്റിന് ഷാർട്ട് ടേൺ എടുക്കാൻ സമയം വേണം. പക്ഷേ UFO സൈറ്റിംഗ്സിൽ ഒബ്ജക്ട് ഇൻസ്റ്റന്റ് ആക്സിലറേഷൻ കാണിക്കുന്നു. മോഡേൺ മിലിറ്ററി റാഡാർസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. ഫൈറ്റർ ജെറ്റ്സ് ഡിറ്റക്ട് ചെയ്യാനും മിസൈൽസ് ട്രാക്ക് ചെയ്യാനും ഇവ ഉപയോഗിക്കുന്നു. പക്ഷേ ചില UFO ഒബ്ജക്ട്സ് റാഡാറിൽ സഡൻ അപ്പിയർ ചെയ്യുന്നു, സഡൻ ഡിസപ്പിയർ ചെയ്യുന്നു. ഇത് പൈലറ്റ്സിനും സയന്റിസ്റ്റുകൾക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. സയന്റിസ്റ്റ് ചില ലോജിക്കൽ എക്സ്പ്ലനേഷൻ പ്രപ്പോസ് ചെയ്യുന്നു. സീക്രട്ട് മിലിറ്ററി ടെക്നോളജി, ഇത് ഏതെങ്കിലും കൺട്രി ഡെവലപ്പ് ചെയ്ത എക്സ്പെരിമെന്റൽ എയർക്രാഫ്റ്റ് ആയിരിക്കാം. ബട്ട് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്ട്സ് കാണിക്കുന്ന ഫ്ലൈറ്റ് പെർഫോമൻസ് കറണ്ട് എയർക്രാഫ്റ്റ് ടെക്നോളജിയേക്കാൾ അഡ്വാൻസ്ഡ് ആണ്. ചില റിസർച്ചേഴ്സ് പറയുന്നത് ഇത് റെയർ അറ്റ്മോസ്ഫിയറിക് എഫക്ട്സ് ആകാം. പക്ഷേ ന്യൂക്ലിയർ ബേസസിന്റെ സമീപത്ത് റിപ്പീറ്റഡ്ലി റിപ്പോർട്ട് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. മോസ്റ്റ് പോപ്പുലർ തിയറി ഏലിയൻ ഹൈപ്പോത്തിസിസ് ആണ്. സം റിസർച്ചേഴ്സ് ബിലീവ് അഡ്വാൻസ്ഡ് എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ എർത്ത് ഒബ്സർവ് ചെയ്യുന്നു. എസ്പെഷ്യലി ന്യൂക്ലിയർ വെപ്പൺസ് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യുന്നു. ബിക്കോസ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് സ്പേസിലും ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന എനർജി റിലീസ് ചെയ്യുന്നു. വൈ ഏലിയൻസ് മോണിറ്റർ ന്യൂക്ലിയർ വെപ്പൺസ്? ഈ തിയറി സപ്പോർട്ടേഴ്സ് പറയുന്നത് ന്യൂക്ലിയർ വാർ എൻറ്റയർ പ്ലാനറ്റ് ഡെസ്ട്രോയ് ചെയ്യാൻ കേപ്പബിൾ ആണ്. ഇഫ് ഇന്റലിജന്റ് സിവിലൈസേഷൻസ് എക്സിസ്റ്റ് സംവെയർ ഇൻ ദി യൂണിവേഴ്സ്, അവർ എർത്തിനെ ഒബ്സർവ് ചെയ്യുകയോ മോണിറ്റർ ചെയ്യുകയോ ചെയ്യാം. ബട്ട് അഗൈൻ ഇതിന് സോളിഡ് സയന്റിഫിക് എവിഡൻസ് ഇല്ല. ഇതിൽ മറ്റൊരു മിസ്റ്ററി, എന്തുകൊണ്ട് ഗവൺമെന്റ്സ് പല വർഷങ്ങൾ UFO റിപ്പോർട്ട്സ് സീക്രട്ട് ആക്കി വെച്ചു? ലേറ്റർ ഡോക്യുമെന്റ്സ് ഡീക്ലാസിഫൈഡ് ആയപ്പോൾ പല സ്ട്രേഞ്ച് ഇൻസിഡൻസും പുറത്തു വന്നു. അതുകൊണ്ട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, വാട്ട് എൽസ് ഈസ് സ്റ്റിൽ ഹിഡൻ ഫ്രം ദ പബ്ലിക്?
ഇത് സയൻസിനും മിലിറ്ററിക്കും ഇന്നും അൺആൻസേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സീക്രട്ട് ടെക്നോളജി ആണോ? അൺനോൺ നാച്ചുറൽ ഫിനോമിനൻ ആണോ? അല്ലെങ്കിൽ എർത്തിനെ ഒബ്സർവ് ചെയ്യുന്ന മറ്റൊരു ഇന്റലിജൻസ് ആണോ? ട്രൂത്ത് എന്തായാലും ഈ യൂണിവേഴ്സിൽ നമ്മൾ മാത്രം അല്ലായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള മിസ്റ്റീരിയസ് സ്റ്റോറീസ് അറിയാൻ മിസ്റ്ററി ട്രെയിൽസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഈ മിസ്റ്ററി നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യൂ.